ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും കണ്ടിട്ടില്ല ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഫിയ ഇപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഫിയയുടെ ഇപ്പത്തെ ലുക്ക് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിതാ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യാറ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട് ഫിയയുടെ സ്കൂളില്. ഫിയ എവിടെയാണെന്നൊന്നും അറിയില്ല. ഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ്. രാത്രി ആവട്ടെ ഇതിനോട് രസം കാണാൻ വേണ്ടിട്ട്. ഗൈസ് നമുക്ക് അവളെ എവിടെയാണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആയിരുന്നു കേട്ടോ ഫിയയുടെ LKG ഒക്കെ ഉണ്ടായിരുന്നത്. ഗൈസ് ഇവിടെ ഇരുന്ന് ഫിയ ഇരിക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ആരും ഇല്ല. അപ്പൊ ഇനി നമ്മൾ ഫിയാനെ എവിടെ പോയി തപ്പുമെന്ന് അറിയില്ല ഗൈസ്. അപ്പൊ നമുക്ക് പോയി തപ്പാം. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ഫിയാനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് എല്ലാ കുട്ടികളും മേക്കപ്പ് ചെയ്യണം. നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് ഫിയാനെ കണ്ടിട്ട് മനസ്സിലാവാൻ നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ ഗൈസ് വേറെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ കാണുന്ന കുറെ കുട്ടികളൊക്കെ കണ്ടുകിട്ടും. ഭയങ്കര സന്തോഷമായി എനിക്ക്. ഞങ്ങളുടെ ഹൊറർ പ്ലസ് ടെറർ ടീമിന്റെ ഡാൻസ് ആണ്. എല്ലാവരും കാണണം. ഏതാ പാട്ട്? ഏതാ പാട്ട്? ഡെപ്സിയുടെ ഹോസ്റ്റലിന്റെ പാട്ടാണ്. ഓക്കെ. എന്റെ പേരെന്താ? ആകസ്മിക്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 7th. ഓക്കെ ഗൈസ് ഇവിടേക്ക് വന്നപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന വേറെ കുറെ കുട്ടികളൊക്കെ കണ്ടിട്ട് നമ്മുടെ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുടെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ. മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും മേക്കപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് ബോറടിച്ചപ്പോൾ ചുമ്മാ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈനായിട്ട് നിർത്തിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് ഇവരെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ടീംമാർ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അതായത് ഇവിടെ നമ്മുടെ KG സെക്ഷനിലത്തെ പിള്ളേർ നിൽക്കുന്നുണ്ട്. ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളതൊക്കെ നോക്കി നിൽക്കാണ്ട് ഇവർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നേരെന്താ ചെറുതായിട്ട് ഇരിക്കി തുടങ്ങിയിട്ടോ. അത് കാരണം നമ്മുടെ ലൈറ്റ്സ് ഒക്കെ നല്ല രസമായി തുടങ്ങി കാണാൻ വേണ്ടിയിട്ടോ. കുറച്ചും കൂടി ഇട്ടേ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നമ്മുടെ സ്കൂള് കാണാൻ വേണ്ടിയിട്ട്. ടോട്ടലി ഫുള്ള് ലൈറ്റ് കൊണ്ട് മൂടിയിരിക്കുന്നുണ്ടോ നമ്മുടെ സ്കൂള്. അപ്പൊ ഗൈസ് ഫിയയുടെ മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്. അപ്പോ അത് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടോ നമ്മള്. അങ്ങനെ ഫിയയുടെ ടീമിന് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണ്, പിരികം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ കുറേ നേരമായിട്ട് ലൈനായിട്ട് നിൽക്കണം. ഇപ്പോഴാണ് ഇവർ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇവരുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇവർ സ്റ്റേജിൽ തുടങ്ങി പോവാണ്. ഫിയ കുട്ടി മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്ലഷ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സ്റ്റേജൊക്കെ. അങ്ങനെ ഓരോ ഗ്രൂപ്പുകാരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റേജിൻ്റെ അവിടേക്ക് ഒരു വിധം ഗ്രൂപ്പുകാരുടെ ഒക്കെ മേക്കപ്പ് കഴിഞ്ഞു തുടങ്ങി. എല്ലാവരും റെഡിയാ? പിന്നെ എല്ലാവരും റെഡി. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കിട്ടാ. ബൈ. ഗൈസ് ഫിയയുടെ കണ്ണെഴുതാണ്. ഗൈസ് നമ്മുടെ ഫേവറിയുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓരോ ഡാൻസിന്റെ കോസ്റ്റ്യൂം ഒക്കെ നോക്കി നിങ്ങൾ എന്ത് രസമല്ല കാണാൻ വേണ്ടിയിട്ട്. നോക്കൂ ഗൈസ് നമ്മുടെ KGയിലത്തെ കുട്ടികളാണ്. എന്ത് രസമല്ല കാണാൻ. ഭയങ്കര ഇഷ്ടമായിട്ട് വരെ. ഹായ്
മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഫിയാനെ നോക്ക്, കണ്ടിട്ട് മനസ്സിലാവണില്ല ആരും. ഈ ലൈറ്റും കൂടി ഇവരെ കാണാൻ എന്ത് രസമല്ലേ. ഇവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈനായിട്ട് നിൽക്കാണ്ടാ. ഇതാണ് നമ്മുടെ ഫീഗുട്ടിയുടെ ഡാൻസിൻ്റെ ടീം കേട്ടോ. എല്ലാവരും എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് ഇവർക്ക്. കുറേ പേർക്ക് ബാഗും കുറേ പേർക്ക് ഡോളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ കയറിയിട്ട് കേട്ടോ ഇവര്. കുറേ നേരമായി നിൽക്കണു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് എല്ലാവരും. ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഫിയാട്ടാ. അതാ ചിരിച്ചു നിൽക്കണ്ട അവിടെ. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ സ്റ്റേജാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത്. അതിന് മുന്നേ സ്റ്റേജിലേക്ക് പോകുന്ന വഴികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു ബിഗ് പാൻഡയാണ് കേട്ടോ. അതും ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു ലൈറ്റിൻ്റെ അടിയിലാണ് ആൾ നിൽക്കുന്നത്. എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരു വെറൈറ്റി ആനുവൽ ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ആനുവൽ ഡേക്ക് പോണത്. ഇവിടുന്ന് നമ്മുടെ ഈ ഒരു പാൻഡീനെ കണ്ട് നമ്മൾ നേരെ കയറുമ്പോൾ അവിടുന്ന് ആ ഒരു റാബിറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. വലിയ ചെവിയൊക്കെ ആയത് എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റാബിറ്റ് നിൽക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ഭയങ്കര കൗതുകത്തോടെയാണ് ഇവരൊക്കെ നോക്കണത്. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും. അപ്പോൾ നടന്നു പോണ വഴി നിങ്ങളൊന്ന് നോക്കി എന്താണ് ഞാനിങ്ങനെ വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ട്രീസിലും എല്ലായിടത്തും ഓരോരോ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഡാൻസിനായിട്ട് കുട്ടികൾ പോകുമ്പോൾ ഈ ഒരു റാബിറ്റിനെ കാണുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് അവർക്ക് പോയി കൈക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയാണ് പോണത്. കൂടെ കുറെ പേര് അവര് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇത് ഇവരുടെ പാർക്കിന്റെ ഏരിയ ഉണ്ടോ, പക്ഷെ പാർക്കാണ് ഇതെന്ന് തോന്നിക്കണേ ഇല്ല. അത്രയും അടിപൊളിയായിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഫ്ലവേഴ്സ് ഒക്കെ നോക്കി എന്ത് രസാലേ. ഇവിടെയാണ് നമ്മുടെ KGക്ക് ഡാൻസേഴ്സൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അവർ ഇറക്കിയിട്ടില്ല, അവർ ഫോട്ടോ എടുത്തിട്ട് നേരെ കയറ്റുകയാണ് ചെയ്തത്. എല്ലാവരും നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് അവരുടെ ഡ്രസ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പാൻഡേനെ ബാബിച്ചിനെ കണ്ടു വരുമ്പോൾ ഇവിടെ ഗൊറില്ലയാണ് ഉള്ളത്. ഗൈസ് നമ്മളിവിടെ വന്നപ്പോൾ അമീലിയനെ കണ്ടുപിട്ടി. അമീലിയയുടെ കസിൻ പഠിക്കുന്നുണ്ട് ഗൈസ് ഇവിടെ. അവൻ്റെ ഡാൻസ് ഉണ്ട്, അതിന് വന്നിക്കാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അപ്പം നമുക്കിനി വെയിറ്റ് ചെയ്യാം. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടോ ഗൈസ്. ഇതാ അപ്പം നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ് നമ്മുടെ വീഡിയോ കാണാൻ രണ്ടരക്കെ നമ്മുടെ അമീലിയുടെ ഉണ്ണിയുടെ ഡാൻസ് ആണ് കേട്ടോ. ഫിയയുടെ ഫ്രണ്ട് ഹൃദയാണേ.
ഗൈസ് കോപ്പിറൈറ്റിന് ഇഷ്യൂള്ള കാരണമാണ് നമ്മൾ സോങ് ഇടാത്തത് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കാത്തിരുന്ന് ഫിയറ ഡാൻസ് തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫിയറ ഡാൻസ് കേട്ടോ. ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം കേട്ടോ. അങ്ങനെ നമ്മുടെ ആനുവൽ ഡേ ഡാൻസും മറ്റു പ്രോഗ്രാംസും എല്ലാം വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഗൈസ് ഫിയയുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഫിയ ഭയങ്കര ടയേർഡാണ്. ഫിയൊക്കെ നോക്കാൻ പോലും വയ്യ ഗൈസ്. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോവും. അടിപൊളിയായിട്ട് കളിച്ചു ഡാൻസ്. പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പാൻറ് നിന്ന സ്ഥലത്ത് ഇപ്പോൾ ഗോറില്ലയാണ് നിൽക്കുന്നത്. അങ്ങനെ ഇതാ ഫിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ കഴിയാണ്. നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ. അടിപൊളിയായിരുന്നു ആനുവൽ ഡേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല അടിപൊളി മെസ്സേജും ഒക്കെ തന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു ആനുവൽ ഡേ തന്നെയായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കാണാതിരിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഡാൻസ് ഒക്കെ സൂപ്പറായിരുന്നു. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ കുട്ടികളൊക്കെ കാണാൻ പറ്റി, സംസാരിക്കാനൊക്കെ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓരോ ഗ്രൂപ്പുകാരും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള നമ്മുടെ ഓരോ കാലഘട്ടങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഓരോ രീതിയിലൊക്കെ ഡാൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ലാസ്റ്റത്തെ ആ ഒരു മെസ്സേജും ഒക്കെ എന്താ പറയണമെന്നറിയില്ല, അത്രയും സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.